സ്വർണത്തിന് ഇന്ന് ഒരു പവന് വില 1,16,600 രൂപയാണ്. പക്ഷെ നമ്മൾ ആരും കാണാതെ, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, സിൽവർ. നിങ്ങൾ 10 ലക്ഷം രൂപ ഈ വർഷം ജനുവരിയിൽ സിൽവറിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നതിൻ്റെ വില 23 ലക്ഷം രൂപയോ അതിന് മുകളിലേക്കാണ്. വെറും ഒരു വർഷം കൊണ്ട് സിൽവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് 130% റിട്ടേൺ ആണ്. എന്തുകൊണ്ടാണ് സിൽവറിൻ്റെ വില ഇങ്ങനെ അതിശക്തമായി അതിഭയാനകരമായി കൂടുന്നത്? എല്ലാ അസറ്റ് ക്ലാസ്സുകളും വില കൂടാനുള്ള ബേസിക് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോഴാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഗോൾഡ് പ്രധാനമായും ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടും ജ്വല്ലറി പർപ്പസിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിൽവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് റിയൽ വേൾഡ് ആപ്ലിക്കേഷനിലാണ്. 60% ഓഫ് ദ സിൽവർ ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. AI ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാൻ, സോളാർ പവർ പ്ലാന്റുകൾ നിർമ്മിക്കാൻ, ഇലക്ട്രിക്കൽ വെഹിക്കിൾ നിർമ്മിക്കാൻ എല്ലാം സിൽവർ ആവശ്യമുണ്ട്. സോ AIയുടെ കാലഘട്ടത്തിൽ, സോളാർ പവറിൻ്റെ കാലഘട്ടത്തിൽ, ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ കാലഘട്ടത്തിൽ സിൽവറിൻ്റെ ഡിമാൻഡ് അതിശക്തമായി കൂടുന്നു. ഇതിനു പുറമെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലും ആളുകൾ സിൽവർ വാങ്ങിക്കൊടുക്കുകയാണ്. സിൽവർ ETF ഫണ്ടുകളിലേക്ക് ആളുകൾ പണം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗോൾഡിൻ്റെ വില അതിശക്തമായി ഉയർന്നതിനാൽ ആഭരണങ്ങളായിട്ടും ആളുകൾ സിൽവർ വാങ്ങിക്കൊടുന്നു. മിക്ക രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളും സിൽവർ വാങ്ങിക്കൊടുക്കുകയാണ്. ഇതിനു പുറമെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, സെൻട്രൽ ബാങ്കുകളുടെ നയങ്ങൾ, ട്രംപിൻ്റെ ക്രേസി ഐഡിയാസ് എല്ലാം സിൽവറിൻ്റെ ഡിമാൻഡ് അതിശക്തമായി കൂട്ടിയിരിക്കുന്നു. സോ ഡിമാൻഡ് അതിശക്തമായി കൂടുകയാണ്. വാട്ട് അബൌട്ട് ദ സപ്ലൈ? സിൽവർ മാത്രം മൈൻ ചെയ്തെടുക്കുന്ന മൈനിങ് സെൻറ്റേഴ്സ് ലോകത്ത് വളരെ റയറാണ്. സിങ്ക്, ലെഡ്, ഗോൾഡ് ഇവയെല്ലാം മൈൻ ചെയ്യുമ്പോൾ ബൈ പ്രൊഡക്റ്റായി കിട്ടുന്ന സിൽവറാണ് പ്രധാനമായും മാർക്കറ്റിലെത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഡിമാൻഡിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നിന്ന് സിൽവർ എത്തുന്നില്ല. മാത്രമല്ല, ലോകത്തെ സിൽവർ സപ്ലയറിൽ രണ്ടാമതായ ചൈന 2026 സിൽവർ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മാക്സിമം ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നു. സോ ഇപ്പോൾ ആകാശം മുട്ടി നിൽക്കുന്ന ഈ വിലയിൽ സിൽവർ വാങ്ങുന്നത് നല്ലതാണോ? That we will be discussed on the next video.